നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ കേരളത്തിലെ വിവിധ സ്കൂളുകളിലുള്ള അധ്യാപക അനധ്യാപക ഒഴിവുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഓൾ കേരള വേക്കൻസി ചാനൽ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ വരുന്ന ഡെയിലി വേജസ് ഇന്റർവ്യൂസിന്റെ ഡേറ്റുകൾ, അതേപോലെ അപ്ഡേറ്റുകൾ, ഏതൊക്കെ സ്കൂളുകളിലാണ് വേക്കൻസികൾ ഉള്ളത്, ഏത് ദിവസങ്ങളിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്, ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവരുടെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം വാട്സാപ്പിലൂടെ തന്നെ ലഭിക്കും. അപ്പൊ മറക്കണ്ട, ഓൾ കേരള വേക്കൻസി ചാനൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന സ്കൂളുകളിൽ നമ്മൾ ഡെയിലി വേജസ് ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കേട്ടിട്ട് കൂടിയേ തീരൂ. അപ്പൊ കേട്ടിട്ട് ഇതുവരെ നേടിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കേട്ടിട്ട് നേടിയെടുക്കാനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കേട്ടിട്ട് കാറ്റഗറി 1, 2, 3, 4 എന്നിവയുടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്കൂളുകളിൽ താൽക്കാലികമായി ഒരു പ്രൈവറ്റ് ജോലി, അതല്ലെങ്കിൽ ഒരു ഡെയിലി വേജസ് ആയിട്ട് ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളുകളിൽ താൽക്കാലികമായ ഒരു ജോലി മാത്രമല്ല നമ്മൾ സ്വപ്നം കാണേണ്ടത്, എന്നും ശാശ്വതമായിരിക്കുന്ന ഒരു നമ്മളുടേതായ ഒരു ഗവൺമെന്റ് ജോലി അല്ലെ. ആ ഒരു സ്വപ്നം നമ്മൾ ഇപ്പോഴേ കണ്ടു തുടങ്ങണം. ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്തിയാൽ മാത്രമേ അടുത്ത LP UP പരീക്ഷയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നിയമനം ലഭിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്നുള്ള അതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിച്ചു തുടങ്ങിയത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഉയർന്ന റാങ്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പ്രിപ്പറേഷൻ ആരംഭിക്കുക, നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ എയിം സ്റ്റഡി സെന്റർ LP UPയുടെ ലോങ് ടേം ബാച്ചുകളും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരണേ. പുനലൂർ കുരിയോട്ടുമല നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ, ലെക്ചറർ, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ തസ്തികകളിൽ താൽക്കാലിക ഒഴിവുകളുണ്ട്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. അപേക്ഷ, വിശദമായ ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം 22 വൈകിട്ട് 4 മുൻപായി പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ cnp@gmail.com എന്ന വിലാസത്തിൽ മെയിൽ അയക്കേണ്ടതാണ്. അവരുടെ ഫോൺ നമ്പർ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഓൾ കേരള വേക്കൻസി ചാനലിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കൃത്യമായ ഡീറ്റെയിൽസും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അധ്യാപക ഒഴിവ് കോന്നി സഹോദരൻ അയ്യപ്പൻ സ്മാരക SNDP യോഗം കോളേജ് കൊമേഴ്സ്, ഇംഗ്ലീഷ്, ഫിസിക്സ്, ഗണിതശാസ്ത്രം, മലയാളം, ഹിന്ദി, ജിയോളജി, ലോ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ പറയുന്ന വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുകളുണ്ട്. അപേക്ഷകർ നിശ്ചിത വിഷയങ്ങൾ UGC യോഗ്യത നേടിയവരും കോട്ടയം കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഗസ്റ്റ് പാനലിൽ രജിസ്റ്റർ ചെയ്തവരും ആയിരിക്കണം. ഏപ്രിൽ 29-ാം തീയതി അവരുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ എന്ത് ചെയ്യണം, മെയിൽ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ബയോഡാറ്റയും ബാക്കിയുള്ള ഡീറ്റെയിൽസും. ചെങ്ങന്നൂർ ശ്രീനാരായണ കോളേജിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ് വിഭാഗങ്ങളിൽ അതിഥി അധ്യാപകരെ ആവശ്യമുണ്ട്. അഭിമുഖം മെയ് 6 രാവിലെ 9:30 കോളേജ് ഓഫീസിൽ വെച്ചാണ് നടക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. നെറ്റുള്ളവർക്ക് മുൻഗണന ഉണ്ടാവും കേട്ടോ. മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് കോളേജിൽ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, സൈക്കോളജി, കൊമേഴ്സ്, എക്കണോമിക്സ്, മലയാളം വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുകളുണ്ട്. അപേക്ഷകർ DD ഓഫീസിൽ ഗസ്റ്റ് ലെക്ചറർ പാനലിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. അപേക്ഷ മെയ് 6 മുൻപ് കോളേജ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. മണ്ണാർക്കാട് സെന്റ് മേരീസ് കോളേജ് സുവോളജി, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, കൊമേഴ്സ്, ഫിസിക്സ്, ഹിന്ദി, മലയാളം, ബോട്ടണി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുകൾ. PhD നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. കോളേജ് വിദ്യാഭ്യാസ ഉപമേധാവിയുടെ ഓഫീസിൽ അധ്യാപക പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇലക്ട്രോണിക്സ് വിഷയത്തിൽ മാനേജ്മെന്റ് ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കും അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ മെയ് 2 മുൻപായി ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും പകർപ്പും തന്നിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിൽ അയക്കേണ്ടതാണ്. അവരുടെ ഫോൺ നമ്പർ സഹിതം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോട്ടയം ബേക്കർ കോളേജ് ഫോർ വിമൻസ് ഗസ്റ്റ് ലെക്ചറുടെ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സൈക്കോളജി, കൊമേഴ്സ് വിഷയങ്ങളിലാണ് ഒഴിവ്. അപേക്ഷകർ ബയോഡാറ്റ കോളേജ് ഇമെയിലിലേക്ക് അയക്കേണ്ടതാണ്. അവസാന തീയതി ഏപ്രിൽ 28. ഇമെയിൽ ID bakerswomencollege@gmail.com എന്നതിലേക്ക് അയക്കേണ്ടതാണ്. ഏപ്രിൽ 28 മുൻപാണ് കേട്ടോ. വൈക്കം സെന്റ് സേവിയേഴ്സ് കോളേജിൽ എക്കണോമിക്സ്, ഫുഡ് സയൻസ്, ബോട്ടണി, സുവോളജി, ഫിസിക്സ് വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുകളുണ്ട്. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ ഗസ്റ്റ് അധ്യാപക പാനലിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. PhD UGC നെറ്റ് പാസ്സായവർക്കും മുൻഗണന. അപേക്ഷ www.stsaviourscollegevicom.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം മെയ് 2 വരെ കോളേജ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്.
മേലൂക്കാവ് ഹെൻറി ബേക്കർ കോളേജ് എയ്ഡഡ് വിഭാഗത്തിൽ ഇംഗ്ലീഷ്, കൊമേഴ്സ്, മാത്തമാറ്റിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ ആവശ്യമുണ്ട്. തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നെടുങ്കണ്ടം MES കോളേജ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, എക്കണോമിക്സ്, ഹിസ്റ്ററി, കമ്പ്യൂട്ടർ സയൻസ്, പൊളിറ്റിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കൊമേഴ്സ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. നെറ്റ്, PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണന. അപേക്ഷ ബയോഡാറ്റ സഹിതം MES ഗസ്റ്റ് വേക്കൻസി @gmail.com എന്ന ഇമെയിലിൽ 25-ാം തീയതിക്ക് മുൻപായി അയക്കേണ്ടതാണ്. കൊച്ചി സെന്റ് തെരേസാസ് കോളേജ് ഓട്ടോണോമസ് കോളേജ് ആണ്. ഭരതനാട്യം വിഭാഗത്തിൽ അധ്യാപക ഒഴിവുകളുണ്ട്. ഇന്റർവ്യൂ 28-ാം തീയതിയാണ്, കാലത്ത് 10 മണിക്ക്. PhD നെറ്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കൊടുങ്ങല്ലൂർ ഏരിയാട് IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കൊമേഴ്സ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ വിഭാഗത്തിൽ അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ചൊവ്വ, ബുധൻ, ശനി ദിവസങ്ങളിൽ കാലത്ത് 10 മണിക്ക് നടക്കുന്നതാണ് കേട്ടോ. കുറ്റിപ്പുറം MESR സയൻസ് കോളേജ് കൊമേഴ്സ്, മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി 25-ാം തീയതിക്ക് മുൻപായി ബയോഡാറ്റ MES കോളേജ് kptm@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കേണ്ടതാണ്. വളാഞ്ചേരി MES KVM കോളേജിൽ ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കോളേജ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് www.MESKVijayamcollege.ac.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. 24-ാം തീയതിക്ക് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കണം. പൊന്നാനി MES പൊന്നാനി കോളേജ് ബോട്ടണി, സുവോളജി, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, പൊളിറ്റിക്കൽ സയൻസ്, BSc AI അറബിക്, അക്വാകൾച്ചർ ആൻഡ് ഫിഷറി, മൈക്രോബയോളജി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. കോഴിക്കോട് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിന് പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 25-ാം തീയതി ശനിയാഴ്ചയ്ക്ക് മുമ്പായി മെയിൽ ഐഡിയിലേക്ക് അപേക്ഷകളും റെസ്യൂമെയും സഹിതം അയച്ചു നൽകേണ്ടതാണ് കേട്ടോ. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, പൊളിറ്റിക്കൽ സയൻസ്, ആർട്സ് ടീച്ചർ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ https:/1calicut.kvs.ac.in എന്ന് ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ആവശ്യമായ രേഖകളുമായി മെയ് 2-ന് രാവിലെ 9 മണിക്ക് സ്കൂളിൽ ഇന്റർവ്യൂവിനായി ഹാജരാവാവുന്നതാണ്. Sahadia Arts and Science College, Kasaragod, affiliated to Kannur University, invites application from the experienced and the competent NET PhD qualified candidates for computer science, commerce, biotechnology, English, psychology, mathematics, Arabic, Hindi, Malayalam, journalism, politics, physical education എന്നിവർക്കാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 25-ാം തീയതി ശനിയാഴ്ച വരെ അപേക്ഷകൾ അയക്കാവുന്നതാണ്. അവരുടെ മെയിൽ ID സഹിതം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെല്ലാം താൽക്കാലികമായ വേക്കൻസികളാണ്. നിങ്ങൾക്ക് അപേക്ഷകൾ അയക്കാം. ഒരു ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആവുമ്പോഴാണ് നമ്മൾക്ക് കുറെ കൂടെ സെക്യൂർ ആവുന്നത്, അല്ലെ, നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുന്നത്. സോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ കാലിൽ നിൽക്കാനുള്ള സംവിധാനങ്ങൾ, അതായത് ഇതൊരു താൽക്കാലികമായ ജോലിയുടെ വേക്കൻസീസ് ആണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ താൽക്കാലികമല്ല, നമുക്ക് എന്നും ഒരു ധൈര്യമായിട്ട് നമുക്കൊരു ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സെക്യൂർ ആവും, അല്ലെ. അപ്പൊ ഗവൺമെന്റ് ജോലിയാണ് എന്നുണ്ടെങ്കിൽ BEdോ TTCയോ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ത് തന്നെയാണ്? LPUP തന്നെയാണ്. ഓക്കെ, അപ്പൊ വരാനിരിക്കുന്ന LPUPക്ക് വേണ്ടിയുള്ള ലോങ് ടേം ബാച്ചുകൾ നമ്മുടെ സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മെന്റർഷിപ്പോട് കൂടി ബാച്ചാണ്. ഫുൾ സപ്പോർട്ടിനായിട്ട് എയിം സ്റ്റഡീസിന് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്